വീണ്ടും ഇന്ത്യയുടെ നയങ്ങൾക്ക് വഴങ്ങിയിരിക്കുകയാണ് അമേരിക്ക. വീണ്ടും വഴങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ഇപ്പോൾ ഇതാ വ്യാപാര കരാറിൽ വീണ്ടും ഭേദഗതികൾക്ക് തുടർച്ചയായി വ്യാപാര കരാറിൽ ഭേദഗതികൾ വരുത്തിയിരിക്കുകയാണ് US അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന രാജ്യം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള വലിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ പുറത്തിറക്കിയ ഫാക്ട് ഷീറ്റിൽ ഒരു ദിവസം മുമ്പ് US പ്രധാനപ്പെട്ട ഭേദഗതികൾ വരുത്തിയിട്ടുമുണ്ടായിരുന്നു. ഇത് ഇന്ത്യക്ക് സന്തോഷകരമായ വാർത്തയാണെന്ന് തെളിയിക്കപ്പെടും. ഏറ്റവും വലിയ പ്രശ്നം ഈ കരാർ പ്രകാരം ഇന്ത്യ $500 ബില്യൺ US സാധനങ്ങൾ വാങ്ങുന്നത് ഒരു പ്രതിബദ്ധതയിൽ നിന്ന് ഒരു ഉദ്ദേശത്തിലേക്കോ പദ്ധതിയിലേക്കോ മാറ്റിയിരിക്കുന്നു എന്നതാണ്. അതായത് അത് ബന്ധനമല്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്ക് വേണമെങ്കിൽ $500 ബില്യൺ സാധനങ്ങൾ വാങ്ങുന്നത് നീട്ടാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് കരാർ പ്രകാരം പറയുന്നത്. യുഎസിന്റെ അതായത് ഇന്ത്യ US വ്യാപാര കരാറിന്റെ ഫാക്ട് ഷീറ്റ് പുറത്തിറക്കിയത് ഒരു ദിവസത്തിന് ശേഷം വൈറ്റ് ഹൌസ് കരാറിന്റെ നിബന്ധനകളും വാക്കുകളും പരിഷ്കരിക്കുകയായിരുന്നു. $500 ബില്യൺ കൂടുതൽ മൂല്യമുള്ള US ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള ഇന്ത്യക്കുള്ള വ്യവസ്ഥയെ നേരത്തെ പ്രതിബദ്ധത എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പദപ്രയോഗം മാറ്റി വാങ്ങാനുള്ള ഉദ്ദേശം മാത്രമാണ് എന്നാക്കി മാറ്റി. അതായത് ഉദ്ദേശമേ ഉള്ളൂ, അല്ലാതെ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നുള്ളതാണ്. ഈ കരാർ ഇന്ത്യക്ക് കൂടുതൽ പ്രയോജനപ്പെടുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്ത്യ US വ്യാപാര കരാറിന്റെ ചട്ടക്കൂട് പ്രഖ്യാപിച്ചതിനു ശേഷം വ്യാപാര കരാറിന്റെ പ്രധാന നിബന്ധനകൾ വിശദീകരിക്കുന്ന ഒരു വസ്തുതാപത്രം ചൊവ്വാഴ്ച വൈറ്റ് ഹൌസ് പുറത്തിറക്കിയിരുന്നു. എല്ലാ US വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും വിവിധ US ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ തീരുവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമെന്ന് അവർ അതിൽ പറഞ്ഞിരുന്നു. ഇതോടൊപ്പം അമേരിക്കൻ ഉൽപ്പന്നങ്ങളും $500 ബില്യൺ അമേരിക്കൻ ഊർജ്ജം, IT, കൃഷി, കൽക്കരി എന്നിവയുൾപ്പെടെ മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഈ അവസ്ഥ മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. US വൈറ്റ് ഹൌസിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യക്ക് ആശ്വാസകരമായ മറ്റൊരു പ്രധാന ഭേദഗതി അമേരിക്ക വരുത്തിയിട്ടുണ്ട്. കരാർ പ്രകാരം ബാധകമായ ഉൽപ്പന്ന വിഭാഗത്തിൽ നിന്ന് കൃഷി എന്ന വാക്ക് നീക്കം ചെയ്തിട്ടുണ്ട്. അതേസമയം പയർവർഗ്ഗങ്ങളിൽ ഉൾപ്പെടെയുള്ള ചില ഇനങ്ങൾ ഗതാഗത നിയന്ത്രണ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യ US വ്യാപാര ഇടപാട് ഫാക്ട് ഷീറ്റിന്റെ മുൻപതിപ്പിൽ US വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും ഉണങ്ങിയ വാറ്റിയെടുക്കൽ ധാന്യങ്ങൾ, ചുവന്ന സ്വർഗം, നട്ട്സ്, പുതിയ സംസ്കരിച്ചതുമായിട്ടുള്ള പഴങ്ങൾ, ചില പയർവർഗ്ഗങ്ങൾ, സോയാബീൻ, എണ്ണ, വൈൻ, സ്പിരിറ്റുകൾ, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ US ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ തീരുവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമെന്നും പ്രസ്താവിച്ചിരുന്നു. പുതിയതും പുതുക്കിയതുമായിട്ടുള്ള ഫാക്ട് ഷീറ്റിലെ മറ്റൊരു പ്രധാന മാറ്റം ഇന്ത്യ മുമ്പത്തെ പോലെ ഡിജിറ്റൽ സേവന നികുതി നിർത്തലാക്കുമെന്ന് ഇനി പറയുന്നില്ല എന്നതാണ്. എന്നിരുന്നാലും ശക്തമായ ഒരു കൂട്ടം ദുരാഷ്ട്ര ഡിജിറ്റൽ വ്യാപാര നിയമങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസ്താവിക്കുന്നു. അതേസമയം മുൻ പതിപ്പിൽ ഇന്ത്യ ഡിജിറ്റൽ സേവന നികുതി നിർത്തലാക്കുമെന്നും പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.